വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ CJP അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിജയിച്ചു, കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു. ഇതേപ്പറ്റി ന്യൂയോർക്ക് ടൈംസ് എഴുതിയത് വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റ കലാപത്തിന് മുമ്പിൽ വാട്സപ്പ് മാമന്മാർ പരാജയപ്പെട്ടു എന്നായിരുന്നു. ഏതാണ്ട് അவ்விധത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ മുമ്പിൽ പരാജയപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ വിജയത്തോടൊപ്പം ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യം പ്രധാനമന്ത്രിയുടെയും BJPയുടെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പരാജയമാണ്. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന വിഷയത്തിൽ അവർക്ക് സംഭവിച്ച പിഴവുകൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷയെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ, നീറ്റ് എക്സാമിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ, പേപ്പർ ചോർച്ച, ഇതിനിടയിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു: ഗവൺമെൻറ് ഇനി എന്ത് ചെയ്യും? എന്താണ് മോദി ഗവൺമെൻറ് ഇനി ചെയ്യാൻ പോകുന്നത്? എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ചോദ്യം ഇതായിരുന്നു. സമരത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് വ്യക്തമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ മെസ്സേജ് വളരെ കൃത്യമായിരുന്നു. സംവിധാനങ്ങളിൽ ചില പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുണ്ടാകാം, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകും. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കില്ല, അതായിരുന്നു ഔദ്യോഗിക നിലപാട്. എന്നാൽ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഡ്രമറ്റിക്കായി, വിചിത്രമായി ഇന്നലെ സംഭവിക്കാത്തത് ഇന്ന് സംഭവിക്കാം. രാഷ്ട്രീയത്തിൽ സാഹചര്യങ്ങൾ മാറാൻ അധിക സമയമെടുക്കില്ല. അത്തരം ഒരു സാഹചര്യം മാറിയപ്പോഴാണ് പെട്ടെന്ന് തിങ്കളാഴ്ച പാർലമെന്റ് ചേരുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉണ്ടാകുന്നത്. CJPയുടെ മുഴുവൻ ഡിമാൻഡുകളും ഗവൺമെൻറ് ഏകപക്ഷീയമായി അംഗീകരിക്കുന്നു. ഇതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പ്രധാനമന്ത്രി നടത്തിയ 2 ഇടപെടലുകളാണ്. അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി ഒരു സെൽഫി വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റയിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെടുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെയുള്ള അന്വേഷണ പ്രഖ്യാപനം, ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ പ്രഖ്യാപനം, ഊർജിതമായ നടപടികളെക്കുറിച്ച് പ്രശ്നത്തിൻ്റെ ഗൗരവം അഡ്മിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി വിദ്യാർത്ഥികളെ ഇൻസ്റ്റയിലൂടെ അഭിസംബോധന ചെയ്തത്. എന്നാൽ അത് പരാജയപ്പെടുകയായിരുന്നു. ഇത്തരം ഒരു സംഭാഷണം സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല. വളരെ ക്രാഫ്റ്റ് ചെയ്ത്, വളരെ സൂക്ഷ്മതയോടെ, വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കുന്ന ഒരു ഇൻസ്റ്റ പോസ്റ്റാണ്. അദ്ദേഹം കൃത്യമായി ടെലിപ്രോംപ്റ്റിൽ ഓരോ വാക്കുകളും നോക്കി വായിക്കുകയാണ്. എന്നാൽ അത് അടപടലം പരാജയപ്പെടുന്നതാണ് നാം കണ്ടത്. എന്താണ് പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റയിലെ സെൽഫി വീഡിയോ പരാജയപ്പെടാനുള്ള കാരണം? മുന്നൊരുക്കങ്ങൾ കുറവായതുകൊണ്ടല്ല, ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിലെ അങ്കലാപ്പും ആശങ്കയും എല്ലാം വെളിപ്പെടുത്തുന്നതാണ് പാതിരാത്രിയിലെ ആ ഇൻസ്റ്റ പോസ്റ്റ്. ഒരു ചോദ്യം ഉയരുന്നത്, ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരാണ് പ്രധാനമന്ത്രിയെ ഉപദേശിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ PMO ഓഫീസിൽ വലിയ ഉപദേഷ്ടാക്കളുടെ ഒരു പട തന്നെ നമുക്ക് കാണാൻ കഴിയും. വലിയ ഒരു നിര തന്നെ PMO ഓഫീസിലുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, പ്രിൻസിപ്പൽ അഡ്വൈസർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, നിരവധി IAS ഉദ്യോഗസ്ഥർ. എന്നാൽ ഇവരുടെയൊക്കെ ചില പാറ്റേൺ പരിശോധിച്ചാൽ 1ാം നിരയിലും 2ാം നിരയിലും PMO ഓഫീസിൽ പ്രവർത്തിക്കുന്ന പലരും 60ഉം 70ഉം പിന്നിട്ടവരാണ്. അവർക്ക് ഇൻസ്റ്റയുടെ ഭാഷ അറിയില്ല, അവർക്ക് ഇൻസ്റ്റയിലെ ട്രെൻഡുകൾ അറിയില്ല. അതുകൊണ്ടാണ് അത് പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം. ഇതുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത്, വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റയിലെ കലാപം വാട്സപ്പിലെ മാമന്മാരെ തോൽപ്പിക്കുകയായിരുന്നു. ഏതാണ്ട് പ്രധാനമന്ത്രി ഓഫീസിലെ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള വാട്സപ്പ് മാമന്മാരാണ്. അതുകൊണ്ടാണ് ഒന്നാമതായി ഇൻസ്റ്റയിലെ ഈ പോസ്റ്റ് പരാജയപ്പെടാനുള്ള ഒരു കാരണം.